പിന്നെ അവർ ആഗ്രഹിച്ചപ്പോൾ മാത്രമാണ് അവർ പഠിച്ചത്. ഇപ്പൊ ഈ മൂത്ത ആളുടെ കേസ് പറയുകയാണെങ്കിൽ അപ്പൊ ആൾക്ക് SSLC അതൊക്കെ ഒന്നുമില്ല. അപ്പൊ ഇവരൊക്കെ പഠിച്ചപ്പോഴത്തേക്കിന് ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, NIOS രജിസ്റ്റർ ചെയ്തിട്ട് 10th അങ്ങ് എഴുതിക്കും, അപ്പൊ നമുക്ക് എന്തെങ്കിലും ജോലി നോക്കാം. പക്ഷെ കടയിലിരുന്ന സമയത്ത് ഇവനാണ് കണക്കുകൾ നോക്കുന്നതും അക്കൗണ്ട്സ് ചെയ്യുന്ന GST എല്ലാം ചെയ്യുന്ന ഇവനായിരുന്നു. എൻ്റെ കൂടെ ഡയറക്ടറുമായിരുന്നു കമ്പനിയുടെ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ NIOS ഒന്ന് എഴുതിയെടുത്തു. പക്ഷെ അവനിപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്നത് അക്കൗണ്ടൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ എക്സ്പീരിയൻസ് ആണ് അവരുടെ ആവശ്യം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ ദുബായിൽ നമ്മൾ ഇവിടുന്ന് വലിയ കോഴ്സുകൾ പഠിച്ചു പോയാലും പലരും നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എന്ത് പണി അറിയാം, സ്കില്ലാണ് നോക്കുന്നത്. അപ്പോൾ ആ സ്കില്ല് നോക്കുമ്പോൾ ഇവൻ ഇതെല്ലാം ചെയ്യുന്നവനായിരുന്നു. ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ടെൻസ്ഡായി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മച്ചി എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ചെയ്യാം, പക്ഷേ എൻ്റെ കൂടെ അപ്പുറം ഇരിക്കുന്ന 2 പേരും ലീവിന് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവർ ലീവിന് പോകുന്നതിന് മുമ്പ് അത് പഠിച്ചെടുക്കുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം 1000 more പ്രോഡക്റ്റ്സ് ഉണ്ട് അവിടെ. അതൊരു ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ കടയാണ്. പക്ഷേ സക്സസ്ഫുള്ളായിട്ട് അവനത് ചെയ്തു. ഒരാളിപ്പം തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ജീവിതത്തിലെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു പഠനത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഇല്ല. പക്ഷേ അങ്ങനെ നമ്മൾ ആരെയും വെറുതെ വിടുന്നുമില്ല അല്ലേ, കുട്ടികളെ നമ്മൾ അങ്ങനെ വെറുതെ വിടുന്നുമില്ല. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ വലിയൊരു മാറ്റം യഥാർത്ഥത്തിൽ ആവശ്യമാണ്. നമുക്ക് ഒരു സ്കില്ലും നമ്മുടെ കുട്ടികൾ 10ഓ +2ഓ കഴിയുമില്ല. സ്കില്ലായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന പോളിടെക്നിക്കുകളോ IT-കളിലൊന്നും ഇപ്പോൾ ഒരാളും പോയി ജോയിൻ ചെയ്യുന്നുമില്ല. അവിടെയൊക്കെ സീറ്റ് മിച്ചമാണ് ഇപ്പോൾ. കാര്യം നമ്മൾ സ്കില്ലിലല്ല നോക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ഡ്രീം ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഇപ്പോൾ അവിടെയും പ്രശ്നങ്ങളായി തുടങ്ങി. നമ്മുടെ കുട്ടികൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കേരളത്തിലേക്ക് തിരിച്ച് വരുന്ന കുട്ടികളെ നമ്മൾ എങ്ങനെ ഇനി ഇവിടെ അവരെ എങ്ങനെ വരുമാനം കിട്ടുന്നവരാക്കി മാറ്റും എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതെ. കാര്യം അവരവിടെ പോകുമ്പോഴത്തേക്ക് അവർ കഫേ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അവർ പാർട്ട് ടൈം കെയർ ഹോംസിലൊക്കെ ചെയ്യുമായിരുന്നു. അവർക്കത് മറ്റൊരു രാജ്യമായതുകൊണ്ട് അവർക്കത് വലിയ പ്രശ്നവുമായിരുന്നില്ല. അതെ. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇപ്പം നമ്മുടെ ഒരു സ്കൂളിൽ ഒരു പാർട്ട് ടൈം ഒരു സ്വീപ്പറിനെ വേണം. അപ്പം അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സാകരുത്. പക്ഷേ ഡിഗ്രി ഉള്ളവർ വന്നാൽ അവർ പറയുന്നത് അയ്യോ ഞങ്ങൾക്ക് തൂക്കാൻ പറ്റില്ല, തൂക്കാനും ഒക്കെ മടിയാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർ ചിലപ്പോൾ പഠിച്ചത് കൊണ്ടൊക്കെ തോന്നുന്നതായിരിക്കാം. ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ആ മൈൻഡ് സെറ്റ് നമുക്ക് വരില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ പക്ഷേ കൂടുതലും ആളുകളെ അവർ ചെയ്യുന്ന ജോലി വെച്ചിട്ട് റെസ്പെക്ട് കൊടുക്കുക. അപ്പൊ അതുകൊണ്ടും കൂടി ആയിരിക്കില്ല. നമ്മൾ പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോവാണെങ്കിൽ നമ്മൾ എന്ത് ജോലി ചെയ്താലും റെസ്പെക്ട് ഉണ്ട്, നല്ലപോലെ ഏൺ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ റീസെന്റ് കാണുന്നുണ്ട് ഈ ഫുഡ് ഡെലിവറി ബോയ്സിന്റെ അടുത്തൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള അവരെ കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്യിപ്പിച്ച് അവരിത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർക്ക് ആ ഫുഡ് തിരിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് കഴിപ്പിക്കുക, ഒരു സെന്റിമെന്റൽ അപ്രോച്ച് അവരോട്. അതുപോലെ പല ഇപ്പം വീട്ടിലൊരു മെയ്ഡായിട്ട് വരുന്ന ആളോട് നമ്മളൊരു റെസ്പെക്ട്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓഫീസാണെങ്കിൽ പോലും അവിടുത്തെ സെക്യൂരിറ്റിക്ക് 20,000 ആയിരിക്കും. അവിടെ മേ ബി ജസ്റ്റ് കയറിയ ഒരു സ്റ്റാഫിന് 15,000 ആയിരിക്കും. പക്ഷെ ഈ 15,000 വാങ്ങുന്ന ആൾക്ക് ഭയങ്കരമായിട്ടുള്ള കമ്പാരിറ്റീവ്ലി പ്രിവിലേജസ് ആൻഡ് റെസ്പെക്ട് കിട്ടും. സെക്യൂരിറ്റി അല്ലേ, ഏർണിംഗ് അല്ല നോക്കുന്നത്. അപ്പം ആ ഒരു സംഭവം കൂടിയല്ലേ നമ്മുടെ നാട്ടില്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ജോലിയും ചെയ്യാം, അഭിമാനത്തോടു കൂടി എന്ത് ജോലിയും ചെയ്യാവുന്ന ഒരു സ്ഥിതി നമുക്കില്ല. കാര്യം നമ്മളെ ജോലി വെച്ച് കാറ്റഗറി ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർക്ക് ആ ജോലിയാണ്, ഇവർക്ക് ഈ ജോലി. മനുഷ്യത്വമുള്ള ഒരാളെ നമുക്ക് ആർക്കും തിരിച്ചറിയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷെ ജോലി കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. ഹീസ് എ ഡോക്ടർ, ഹീസ് ആൻ എഞ്ചിനീയർ. പക്ഷേ മനുഷ്യത്വമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തുന്നവർ ചിലപ്പോൾ വിളിച്ചത് പോലും അവർക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. അപ്പം വിദ്യാഭ്യാസവും സമൂഹവും ഇന്നിപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നില്ല പണ്ട് പഠിച്ചിറങ്ങിയവരുടെ അത്രയും പോലും ചില കാര്യങ്ങളിൽ ധാരണകളില്ല. ഇപ്പം നമ്മൾ വെറുതെ ഒന്ന് കേരള സിലബസിലെ ബുക്കുകളൊക്കെ എടുത്ത് നോക്കണം. ഒരു 6ലും 7ലും മലയാളം പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പരിചിതരായവരല്ല അതിലെ പല പാഠഭാഗങ്ങളും എഴുതിയവർ. അതുകൊണ്ട് തന്നെ അതിലൊന്നും പ്രത്യേകിച്ച് ഒരു വായനയ്ക്കുള്ള ഒന്ന് വായിച്ചു പോകാമെന്നുള്ളതല്ലാതെ അതിൽ നിന്നൊരു വ്യാകരണമോ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു സാഹിത്യമോ പഠിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. അത് എത്രത്തോളം കുട്ടികളിലെ, അതായത് കുട്ടികളെ ഇവരുദ്ദേശിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ആ ക്രിയേറ്റിവിറ്റിയിലേക്ക് കുട്ടികൾ പോകണം എന്നുണ്ടെങ്കിൽ മിനിമം ഭാഷയെക്കുറിച്ച് എന്തെങ്കിലും അവർ അറിയണമല്ലോ.
അപ്പം അതറിയാതെയുള്ള ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് പെട്ടെന്ന് ഇവരെ കൊണ്ടുവരാനുള്ളൊരു ശ്രമമുണ്ട്. ചിലപ്പം അടിസ്ഥാനപരമായിട്ട് അതിനകത്തൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ അത് കൊണ്ടുപോകാം. അതെ. അപ്പം നമ്മൾ ബേസിക്കലി ഞാൻ ഫോക്കസ് ചെയ്ത 2 കാര്യങ്ങൾ, ഒന്ന് ഫുഡ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇപ്പം എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സക്സസ് ആയി എന്ന് ഞാൻ പറയും. കാര്യം എന്നാന്ന് വെച്ചാൽ ഒരാൾ നല്ല ജോലി ചെയ്യുന്നു, മറ്റുള്ളവർ നന്നായിട്ട് പഠിക്കുന്നു. 3 ചെറിയൊരു മോനുണ്ട്, അവൻ 6ൽ പഠിക്കുന്നു. അവന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഹിന്ദിയും മലയാളവും മാത്രമാണ്. മൊത്തം 4 പേരാണല്ലേ? മൊത്തം 4 പേരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഭക്ഷണ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ കൊടുത്തതുകൊണ്ട് അവരിപ്പോൾ എന്നെ ചിലപ്പോൾ വഴക്കൊക്കെ പറയാറുണ്ട്, ഉമ്മച്ചി ഞങ്ങളെ സെൻസിറ്റീവ് ആക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് ചിലതൊന്നും പറ്റില്ല. അതങ്ങനെയാണ് ബോഡി. നമ്മൾ ഒരു കാര്യം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോഡി അതിന് യൂസ്ഡ് ആവും. ഓക്കെ. പക്ഷേ അതിന് സൈഡ് ഇഫക്റ്റ് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പാടില്ല, ഉണ്ട്. പക്ഷെ അത് നമ്മൾ അറിയിച്ചു തരുന്നുണ്ട്. അത് അറിയിച്ചു തരുന്ന സമയത്ത് നമ്മൾ അതിനെ കെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം പിന്നെ ബോഡി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആ സൈൻ അങ്ങോട്ട് കുറയ്ക്കും. പിന്നെ നമ്മൾ അതിനകത്ത് യൂസ്ഡ് ആവും. പിന്നീട് ഒരു ബോംബ് പൊട്ടുന്ന പോലെ പല പ്രശ്നങ്ങൾ നമുക്ക് ഉടലെടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സിട്രസിൻ, എല്ലാവരും തുമ്മൽ വരുമ്പോഴേ ഒരു സിട്രസിൻ കഴിക്കും. പാരസെറ്റമോൾ ഒരു പനി വരുമ്പോൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഭക്ഷണം ചിലർക്ക് ഒരിക്കലും അവരുടെ ഒരു ഫുഡ് ഹാബിറ്റൊന്നും മാറ്റാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങൾ ഇതൊക്കെ കഴിക്കുള്ളൂ. ശരി, നിങ്ങളിത് കഴിക്കുന്നു. നിങ്ങളിത് കഴിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു അസുഖം വരുന്നു. നിങ്ങൾ ആ അസുഖത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. അതായത് നമ്മൾ വളരെ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു വരുന്നു, നമ്മുടെ വയറിന് അസ്വസ്ഥത വരുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു അൻറ്റാസിഡ് കഴിക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ നമ്മളൊരു ഈനോ എടുത്ത്, ചിലർ അങ്ങനെയാണ് കഴിക്കും. അപ്പം അതല്ലെങ്കിൽ KFCയും ഇതുമെല്ലാം കഴിച്ചിട്ട് സ്പ്രൈറ്റ് അല്ലെങ്കിൽ കൊക്കോകോള എടുത്ത് കുടിക്കുന്നു. ഇത് നിങ്ങൾ എത്ര നാൾ ചെയ്യും? കാര്യം നിങ്ങൾക്ക് വാർണിംഗ് സൈൻ ഓൾറെഡി തരികയാണ്, നിങ്ങളുടെ വയറ് ശരിയല്ല. 75% ഓഫ് അവർ ഹെൽത്ത് ഡിപ്പെൻഡ്സ് ടു ഗട്ട്. 75 എന്ന് പറയാൻ പറ്റില്ല, മോർ ദാൻ 80 എന്ന് വേണേൽ പറയാം. അപ്പോൾ അടിസ്ഥാനപരമായി നല്ല ഭക്ഷണം കൊണ്ട് മാത്രമേ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റൂ എന്നുള്ളതിൽ തർക്കമില്ല. കാര്യം നമ്മളിപ്പോൾ ഈ റീസെൻ്റ്ലി പത്രവാർത്തകളിലെല്ലാം നിറഞ്ഞത് എന്താണ്? നമ്മുടെ സിസ്റ്റം എററാണ്. എന്ത് സിസ്റ്റമാണ് എറർ എന്ന് പറയുന്നത്? നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം എററാണ്. എന്തിൽ? പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിൽ, അല്ലേ? പക്ഷെ നമ്മുടെ സിസ്റ്റം ശരിയാണോ? ഇപ്പം ഇൻഡിവിജ്വൽസിനെ എടുത്ത് നോക്കിയാൽ വെദർ ദെയർ സിസ്റ്റം ഈസ് ഓക്കെ, നമ്മളൊന്ന് നോക്കിക്കുക. ഇപ്പം എൻ്റെ സിസ്റ്റം ശരിയാണോ എന്ന് ആർക്കാണ് അറിയാൻ പറ്റുന്നത്? എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. എൻ്റെ സിസ്റ്റം ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പലതും കഴിക്കുന്നതും ജീവിതശൈലി മാറ്റാതെ തുടരുന്നതും, അല്ലേ? അപ്പോൾ ആദ്യം ആര് മാറണം? ഒരു സമൂഹം ആരോഗ്യകരമായി പോകണമെങ്കിൽ ബേസിക്കലി നമ്മൾ വ്യക്തികൾ മാറണം.